Assalamualaikum guys, technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്ന രണ്ട് വാച്ചുകളുടെ VS ആണ്. അതുപോലെ W17 അതുപോലെ തന്നെ HW7 Max ഈ രണ്ട് മോഡൽ പുതിയ ഇറങ്ങിയ ഒരു മോഡലാണ്. അപ്പോൾ ഈ രണ്ട് വാച്ചിനെ VS വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും HW7 Max ഒന്ന് പരിചയപ്പെടാം. ബോക്സിൻ്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ വരുന്ന ഒരു ബോക്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ബോക്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ HW7 Max എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്, ഫീച്ചേഴ്സ് വരുന്ന ഒരു 5 ഫീച്ചേഴ്സ് മെയിനായിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും സൈഡിൽ നമുക്ക് കാണാൻ പറ്റും 1.99 ഇഞ്ച് ഡിസ്പ്ലേ. അപ്പം ഫുൾ സ്ക്രീൻ എഡ്ജൊക്കെ ഇറങ്ങിയ മോഡൽ അത്രയും 1.99 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ്. നമുക്ക് മറുഭാഗം സ്മാർട്ട് വാച്ച് എന്നൊക്കെ കാണാൻ പറ്റും. ദെൻ HW7 Max വാച്ചിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് വാച്ചിൻ്റെ ബോക്സിൽ നമുക്ക് വരുന്നത്. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫിനിഷിൽ വരുന്ന ഒരു ബോക്സാണ്. ബാക്കിലും അതുപോലെ തന്നെ നമ്മൾ QR കോഡും അതുപോലെ ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനൊരു ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഒരു ഡിഫറെൻറ്റ് മോഡലിൽ വരുന്നൊരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ഞാൻ ഓപ്പൺ ആക്കി ശേഷം നമുക്ക് മറ്റൊരു ബോക്സ് കാണാൻ പറ്റും. വെയർ ഫിറ്റ് എന്നൊക്കെ എഴുതിയത് ജസ്റ്റ് വൈറ്റ് കളറാണ്, നല്ലൊരു ഫിനിഷിൽ വരുന്ന ബോക്സാണ്. ഓപ്പൺ ആക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം ഇൻ്റർഫേസ്. ഒരു യൂസർ മാനുവൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് കാണാവുന്നതാണ്. നമുക്കൊരു സിലിക്കണ്ട സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സിലിക്കണ്ട സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ. ദെൻ നമുക്കൊരു ത്രൂ വയർലെസ് ചാർജറാണ്, സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് വാച്ച് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ്, കാണാൻ പറ്റും. സീരീസ് 7 വരുന്ന 1.99 ഇഞ്ച് ഡിസ്പ്ലേ. അപ്പോൾ ഇത്രയും ഫസ്റ്റ് ടൈമാണ് ഒരു HW സീരീസിലാണ് ഫസ്റ്റ് ടൈം നമുക്ക് 1.99 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു സ്റ്റീൽ പോലത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നൊരു മോഡലാണ്. ഓക്കെ, ടോട്ടലി നമ്മൾ പരിചയപ്പെടുത്തി. then നമുക്ക് W17 ഇതും അതുപോലെ തന്നെ 1.9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന മറ്റൊരു മോഡലാണ് W17. ഓക്കെ, മൈക്രോ വെയർ ആണ്. ഈ ഒരു സ്റ്റിക്കറിൻ്റെ അടിയിലാണ് വാച്ചിൻ്റെ നെയിം വന്നിരിക്കുന്നത്. W17 എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതിനൊരു ബ്ലൂ കളർ അതുപോലെ തന്നെ വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ BT കോളിംഗ് ഉണ്ട്, BT ക്യാമറ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഹാർട്ട് റേറ്റ് ചെക്കിങ്. സെയിം എല്ലാ ആപ്പിൾ വാച്ചിൻ്റെ കോപ്പിയിലും വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. മറുഭാഗത്ത് സ്മാർട്ട് വാച്ച് 45mm വന്ന് കാണാൻ പറ്റും. അപ്പോൾ 45mm വരുന്ന മോഡലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. ദെൻ സീരീസ് 7 ഉണ്ട് മറുഭാഗത്ത്. ബാക്കിലും അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാച്ചിലും വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിന് വരുന്നത്. ഇത് നോർമൽ പ്രൈസ് വരുന്ന ഒരു മോഡലാണ് W17. ബട്ട് HW7 Max അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മോഡലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലൊരു സ്പോർട്സിൻ്റെ കോഡും അതുപോലെ BT ക്യാമറ ഒക്കെ വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ്. then നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ഞാൻ ഓൾറെഡി രണ്ട് വാച്ചിനെയും ബ്ലാക്ക് കളറാണ് ഇവിടെ അൺബോക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കുന്നു. ഫസ്റ്റ് ടൈം കാണാൻ പറ്റും ഒരു യൂസർ മാനുവൽ ഇൻ്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ കണക്ട് ചെയ്യുക, വാച്ച് യൂസ് ചെയ്യുക, സ്ട്രാപ്പ് എങ്ങനെ ഫിറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസർ മാനുവലിൻ്റെ സഹായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷ്, ചൈന ഭാഷയിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡിവൈസിന് ഓൾറെഡി നമ്മൾ സ്ട്രാപ്പ് ഫിറ്റഡ് വെച്ച രീതിയിലാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റും സീരീസ് 7 വരുന്ന ഒരു ഡിവൈസാണ്. അതുപോലെ 1.9 ഇഞ്ചും കൂടെ വരുന്നത്. അപ്പം രണ്ടിൻ്റെ നമുക്ക് ഫുൾ കമ്പയർ ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. നമുക്ക് സ്മൂത്ത് ടച്ചിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു മാഗ്നറ്റിക് 2-pin മോഡൽ ചാർജറാണ്. ബട്ട് നമുക്ക് HW7 Maxൽ വരുന്നത് ത്രൂ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനാണ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ചാർജിങ്ങിൻ്റെ ഓപ്ഷനിൽ ഡിഫറൻറ്റ് വരുന്നത്. രണ്ടും നല്ല ഒന്നുകൂടെ ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് കയറാനെല്ലാം ഈസി ആയിട്ട് വരുന്നത് ത്രൂ വയർലെസ് ചാർജിങ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് രണ്ട് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നേ ഞാൻ രണ്ടിലേക്കും സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനോട് സ്ട്രാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഡിവൈസുകളുടെ ഇടത് സൈഡിൽ വരുന്നത് HW7 Max, മറുഭാഗത്ത് വലത് സൈഡിൽ വന്നിരിക്കുന്നത് W17. ഓക്കെ, രണ്ടും സീരീസ് 7 തന്നെയാണ്. അതുപോലെ തന്നെ 45mm, 44-45 ഡിഫറൻറ്റ് വരുന്നില്ല, സെയിം ഒരു സൈസ് തന്നെയാണ്. ചെറിയ ഡിഫറൻ്റ് ആണ് രണ്ട് മോഡലിന് വരുന്നത്. ഓക്കെ, നമുക്ക് രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടാം. ടോട്ടലി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ എല്ലാം എഡ്ജ് ടു എഡ്ജ് തന്നെയാണ്. ഡിസ്പ്ലേ വരുന്നില്ലെങ്കിലും ഇതിൻ്റെ ഒരു സ്ക്രീൻ വരുന്നത് എഡ്ജ് ടു എഡ്ജാണ്. ഓക്കെ, നമുക്ക് രണ്ടിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. രണ്ട് വാച്ചിന് നമുക്ക് സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റീൽ മോഡൽ വരുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ബോഡി ഡിസൈനാണ് HW7 മാക്സിൽ വന്നത്. ബട്ട് മറ്റു W17 വരുന്നത് നമുക്ക് കാണാൻ പറ്റും, വീഡിയോയിൽ കാണാൻ പറ്റും, ഒരു മെറ്റൽ മോഡൽ വരുന്ന ഒരു ബട്ടണും അതുപോലെ തന്നെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്ക്രോളിംഗ് ആണ്, രണ്ടും വർക്കിംഗ് ആയ സ്ക്രോളിംഗ്, എക്സ്ട്രാ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറുഭാഗം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും സിംഗിൾ ഹോൾ, അഥവാ സീരീസ് 7 എങ്ങനെ വരുന്നോ സിംഗിൾ ഹോളിൽ വരുന്ന ഒരു സ്പീക്കറും ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബോഡിയുടെ വിഷയത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി, നല്ലൊരു ഗ്ലേസിങ് എടുത്ത് കാണിക്കുന്ന ഒരു ബോഡിയാണ് HW7 മാക്സിൽ വന്നത്. ഇതിൻ്റെ സിൽവറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പക്കായിട്ട് വരുന്ന, നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു കളറിലൊക്കെയാണ് HW7 മാക്സിലൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ബോഡി സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമുക്ക് ബാക്കിൽ നമുക്ക് 2 പിന്നാണ് HW17, മറ്റേ നമുക്ക് ത്രൂ വയർലെസ് ചാർജിങ് ആണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഓപ്പൺ ആകുന്ന സമയത്ത് കാണാൻ പറ്റും ആപ്പിൾ വാച്ചിലേക്ക് വരുന്ന പോലെ ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. പവേഡ് ബൈ വെയർഫിറ്റ് എന്നൊക്കെ നമുക്ക് W17 കാണാൻ പറ്റും. ബട്ട് നമുക്ക് HW7 മാക്സിൽ കാണാൻ പറ്റും. ബട്ട് നമുക്ക് W17 നമുക്ക് വന്നിരിക്കുന്നത് നേരെ ഡയറക്റ്റ് ഓപ്പണായി വാച്ച് ഫേസ് കാണാൻ പറ്റും. ഓക്കെ, രണ്ടും ഓൺ ആകുമ്പോഴുള്ള ഡിഫറെൻ്റ് ആണ്. ഈ മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസും നോക്കാം. ഓക്കെ, W17 നമുക്ക് ഒരുപാട് വാച്ച് ഫേസ് അവൈലബിൾ ആണ്. സെയിം തന്നെ നമുക്ക് HW7 മാക്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടും സ്മൂത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് കാണാം. ഓക്കെ, മുകളിൽ നടിക്കായൊക്കെയുള്ള ഇൻ്റർഫേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. HW7 മാക്സിൽ ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു ഇൻ്റർഫേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി പറയുകയാണെങ്കിലും ബെറ്റർ ക്വാളിറ്റി ഡിസ്പ്ലേ വരുന്നത് HW7 മാക്സിലാണ്. പക്ക സ്മൂത്താണ്, ടച്ച് അതിലും ഉപരി. ടച്ച് W17 ഒന്നും നിൽക്കില്ല. W17 കടത്തി വെട്ടിക്കൊണ്ടാണ് HW7 മാക്സിൽ വരുന്ന ഡിസ്പ്ലേ. അതുപോലെ തന്നെ ടച്ച് സ്മൂത്ത്, അത്രയ്ക്കും സ്മൂത്താണ്. ഇത് സൂം ഔട്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ക സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആവുന്ന സെയിം ആപ്പിൾ വാച്ചിലേക്ക് വരുന്ന പോലെ ഒരു ഓപ്ഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. ടോട്ടലി നമുക്ക് വാച്ചിൽ നമുക്ക് 6 വാച്ച് ഫേസസ് നമുക്ക് വാച്ചിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് നമ്മളെ ഫോട്ടോ വെച്ച് നമുക്ക് ഫേസ് ആഡ് ചെയ്യാൻ പറ്റും. 2 മോഡൽ നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് നമ്മളെ ഫോട്ടോ വെച്ചുള്ള ഫേസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്തി. ഇതിൻ്റെ മെയിൻ പ്രത്യേകത നമ്മളെ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ്. കാണാൻ പറ്റും, വീഡിയോയിൽ കാണാൻ പറ്റും. സൈഡിൽ നമുക്ക് ബ്ലാക്ക് കളർ എന്ന് പറയാൻ മാത്രം ഒന്നും ഈ ഒരു മോഡലിൽ വരുന്നില്ല. അപ്പോൾ അത്രക്കും പക്കായിട്ട് വരുന്ന എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് W17. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മൂത്താണ്, നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ സെയിം ഒരു ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു മോഡൽ യൂസ് ചെയ്തു. ഓക്കെ, നമുക്ക് സെയിം ഒരു ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന സെയിം ഫീലാണ്. അപ്പോൾ അത്രക്കും സ്മൂത്താണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഇനി തന്നെ നമുക്ക് W17 നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ W17. ഫുൾ സ്ക്രീൻ തന്നെയാണ് എങ്കിലും 1.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, 9 ഇഞ്ച് ഡിസ്പ്ലേ. അപ്പോൾ അത്രക്കും HW7 മാക്സിൻ്റെ അത്ര നമുക്ക് ഫുൾ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നില്ല. ഓക്കെ, അത് കാണാൻ പറ്റും. ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നോർമൽ പ്രൈസ് ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് W17 നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു നോർമൽ സ്മൂത്തും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ക ലേഗായിട്ട് വരുന്ന നമ്മളെ അണ്ടർ 1000 വരുന്ന സ്മാർട്ട് വാച്ചിൽ വരുന്ന അതുപോലെയല്ല, നല്ല നോർമൽ സ്മൂത്തായിട്ട് വരുന്ന മോഡൽ തന്നെയാണ് W17. നമുക്കിതിൻ്റെ മെയിൻ കൺട്രോൾ സെൻറ്റർ കാണാൻ പറ്റും. W17 നമുക്ക് ഈ ആ ഒരു കൺട്രോൾ സെൻറ്റർ അതിൽ ഒതുങ്ങാണ്. ബട്ട് നമുക്ക് HW7 മാക്സിൽ 2 സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ HW7 മാക്സിൽ കാണാൻ പറ്റും. ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. നമുക്ക് ലോക്കിൻ്റെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ഈ മോഡലിൽ അഥവാ HW7 മാക്സിൽ അവൈലബിൾ ആണ്. ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ ഒരു അടിപൊളിയായിട്ട് വരുന്ന ഡിജിറ്റൽ ഡിസൈനിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പവർ സേവിങ് മോഡ് ഓണാക്കി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ HW7 മാക്സിലെ മറ്റൊരു ഫീച്ചറാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. നമുക്ക് ടോട്ടലി ഒരു ബ്ലാക്ക് കളർ വരുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്കി എന്ത് ചെയ്യാം, നമ്മൾ ഫോണിലൊക്കെയാണ് സാധാരണ വരാറുള്ളത്. ആ ഒരു ഓപ്ഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ BT കോളിംഗ് രണ്ടിലും അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് പെയർ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോൾ അറ്റൻഡ് ചെയ്യുക, കോൾ അറ്റൻഡ് സംസാരിക്കുക, എല്ലാ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് W17 നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ആലിപ്പാൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ദെൻ QR കോഡ് നമ്മുടെ മെനു സീൽസ് ആണ്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസാണ് മെയിൻ. ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിലേക്ക് കയറി ചെല്ലാൻ പറ്റും. ഇത്രയും ഓപ്ഷൻ ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 2 വാച്ചിൽ നമുക്ക് വലത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ടോട്ടൽ ഡാറ്റ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ HW7 മാക്സിൽ നമുക്ക് അവൈലബിൾ ആണ്. വെതർ അതുപോലെ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്ക്. ബട്ട് W17 നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു വാച്ചിൽ ഓൾറെഡി വന്നിരിക്കുന്ന സെറ്റപ്പ് മാത്രമേ വരുന്നുള്ളൂ. ബട്ട് നമുക്ക് HW7 മാക്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സ്മൂത്ത് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, രണ്ടിന് സ്മാർട്ട് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം
അറിയേണ്ടത് മനസ്സിലായാലും നമുക്ക് വീഡിയോയിൽ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനെ ഡിസ്പ്ലേ ഏറ്റവും ബെറ്ററായിട്ട് ചിലപ്പം W17 തോന്നും. കാരണം ഡിസ്പ്ലേ ഒന്നുകൂടെ ഒരു ബ്രൈറ്റ്നെസ് അവർ നൽകുന്നുണ്ട്. ബട്ട് HW7 Max തന്നെയാണ് എല്ലാം കൊണ്ടും ബെറ്റർ. അത്രക്കും പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഒരിക്കലും W17 ക്വാളിറ്റി ഇല്ല എന്നല്ല, HW7 Maxനെ കമ്പയർ ആണെങ്കിലും അത്രക്കും ബിൽഡ് ക്വാളിറ്റി വരുന്ന ഡിസ്പ്ലേ ആണ് HW7 Maxൽ വന്നിരിക്കുന്നത്. അതുപോലെ സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് സൂം ഇൻ സൂം ഔട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടിരുന്നു, സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന ഒരു ഡിസൈനാണ്. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് മെനു സ്റ്റൈൽസൊക്കെ ഒന്ന് പരിചയപ്പെടാം. 2 വാച്ചിനും രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു സ്റ്റൈൽ ചേഞ്ച് ആകുന്നത് കാണാൻ പറ്റും. ഓക്കെ, രണ്ടും ലിസ്റ്റ് മോഡൽ ഡിഫറെൻറ്റ് മോഡൽസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. മറ്റൊരു ഡിഫറെൻറ്റ് മോഡലാണ് HW7 Maxലുള്ളതും കാണാൻ പറ്റും. HW7 Max നമ്മൾ നീക്കുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ പക്ക സ്മൂത്താണ്. അതുകൊണ്ടാണ് ഏറ്റവും ക്വാളിറ്റി വരുന്നത്. ബട്ട് നമുക്ക് W17 ഏകദേശം 7 വാച്ച് ഫേസ് മെനു സെയിൽസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആണ്. HW7 Maxൽ നമുക്ക് ടോട്ടലി നമുക്ക് 5 മെനു സെയിൽസൊക്കെയാണ് വരുന്നത്. ബട്ട് സ്മൂത്തിൽ നമുക്ക് ഒരു രക്ഷയില്ല. HW7 Maxൻ്റെ അത്ര സ്മൂത്തുള്ള ഒരു വാച്ചും ഇതുവരെ വന്നിട്ടില്ല. DT നമ്പർ 1 ഒക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു ഇത്രയും ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഒരിക്കലും HW7 Maxൻ്റെ ആ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്കിതിൽ സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന അതുപോലെ എല്ലാ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. നെക്സ്റ്റ് മോഡൽ നെയിം കാണിച്ചിടാം. HW7 Maxൽ നമുക്ക് കാണാൻ പറ്റും HW7 Max മോഡൽ നെയിം, അതുപോലെ തന്നെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ്. നമുക്ക് W17 നോക്കുകയാണെങ്കിൽ വാച്ച് 7 എന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് W17 നമുക്ക് കാണാൻ പറ്റുന്നത്. 2 വാച്ചിൻ്റെ നമുക്ക് സെറ്റിങ്സ് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ W17 നമുക്ക് കുറഞ്ഞ സെറ്റിങ്സേ വരുന്നുള്ളൂ. ബട്ട് HW7 Maxൽ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് നമുക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഡയറക്റ്റ് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സ്ക്രോൾ ചെയ്യാൻ മാത്രം വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം W17 പറ്റും റൈസ് ടു വേക്കപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ഡയൽ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വരുന്ന സ്ക്രീൻ ഓഫ് ഡയൽ. അപ്പോൾ ഒരു പുതിയൊരു ഫീച്ചറാണ്, ഇതുവരെ ഒരു വാച്ചിന് വരാത്ത ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുന്നു. ജസ്റ്റ് ഓഫായി കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ഓഫായി കഴിഞ്ഞാൽ എന്താവും, നമ്മളെ ഡയൽ മാത്രം കാണിക്കുന്ന ഒരു ഫീച്ചർ. അപ്പോൾ ഇത് ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ഒരു ഈസി ആയിട്ട് നമുക്ക് ടൈമൊക്കെ നമുക്ക് ജസ്റ്റ് വാച്ചിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിൽക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ, ഒരു പുതിയൊരു ഫീച്ചറാണ്. ആ ഒരു ഓപ്ഷൻ നമുക്ക് W17 വരുന്നില്ല. നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഓഫ് ഇങ്ങനെ ഡയൽ സെറ്റിങ്സ് ചെയ്യുന്നുണ്ട്. ഡയൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ഡയലിസ്റ്റുള്ള ഡയൽ നമുക്ക് സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ലാംഗ്വേജ് വരുന്നുണ്ട്. ടൈം സെറ്റിങ്സ് നമുക്ക് വാച്ചിന് തന്നെ വേറെ ഫിറ്റ് പ്രോയിൽ ആദ്യമായിട്ടാണ് വാച്ചിന് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. ഇതിന് ഹാർട്ട് റേറ്റ് റിമൈൻഡ് ഉണ്ട്, പവർ സേവിങ് മോഡ്, ഒരുപാട് ഫീച്ചർ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ പവർ സേവിങ് മോഡ് വരുന്നുണ്ട്. ഇതിന് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വാച്ച് നെയിം, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ സെറ്റിങ്സിൽ. പവർ ഷട്ട് ഡൗൺ ഉണ്ട്, റീബൗട്ട് വരുന്നുണ്ട്, റീസെറ്റ് ഫാക്റ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇത് നമുക്ക് W17 വരുന്ന ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്കൊരു ഫ്ലാഷ് ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സ്ക്രീൻ ഓഫ് ടൈമാണ് വന്നിരിക്കുന്നത്. ഇതിന് വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിൻ്റെ മറ്റൊരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. അതിന് വൈബ്രേഷനാണോ വേണ്ടത് മ്യൂട്ട് ചെയ്യാൻ പറ്റും, സൗണ്ടും കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യാം. പിന്നെ മെലോഡി വരുന്നുണ്ട്, QR കോഡ്, ലാംഗ്വേജ്, റീസെറ്റ്, എബൌട്ടിൽ കാണാൻ പറ്റും. വാച്ച് 7 നമ്മുടെ വാച്ചിൻ്റെ നെയിമാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് W17 കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് HW7 Maxലാണ് വന്നിരിക്കുക. അപ്പം ഈ 2 വാച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 2000-ൻ്റെ മുകളിലാണ് നിങ്ങളെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ മോഡലാണെങ്കിൽ HW7 Max തന്നെയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിലാണ് എല്ലാ മോഡലും സെയിൽ ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ബട്ട് നിങ്ങൾ 2000-ൻ്റെ അടിക്കാണ് അണ്ടറിലാണ് നിങ്ങൾ ബഡ്ജറ്റ് ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മോഡൽ തന്നെയാണ് W17 എന്ന ഈ ഒരു മോഡൽ. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫാമിലിയിൽ ചേരുക. വളരെ സിമ്പിൾ പ്രൈസിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നമ്മളിൽ നിന്ന് വാങ്ങാൻ പറ്റും. താല്പര്യമുള്ള അടിയിലെ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങുക.